ഹലോ ഗായ്സ്, വെൽക്കം നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് പിന്നെ സ്വാഗതം ചെയ്യുന്നു. അതായത് ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ലണ്ടനിൽ നമ്മൾ വിന്റർ വണ്ടർലാൻഡിൽ പോവാണ്. അപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, അത് നമുക്ക് പോകാൻ പറ്റിയില്ല. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രാവശ്യം എവിടെയൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വള്ളിയാണ്. അതേപോലെ ഈ വള്ളിയുണ്ട്, ഇത് അല്ല നിങ്ങൾ പിടിച്ച വള്ളിയല്ല. അപ്പോൾ ഇതൊന്ന് ഡെലിവറി റിട്ടേൺ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ ഗ്രീൻ ലൈൻ പിടിച്ചിട്ട് പോകണം എന്നാണ് ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ത്രില്ലിംഗ് മൂവ്മെന്റ് ആണോ ഇതൊക്കെ? ഇത് നമ്മൾ കണ്ടിട്ടില്ല, പൗലോ ചേട്ടനാണ്. പിന്നെ ഇത് ടോജു കണ്ടിട്ടുണ്ടായിരിക്കണം. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകും. അവിടുന്ന് ബേസിൽ എല്ലാവരും അവിടെ ജോയിൻ ചെയ്യും. അങ്ങോട്ട് ലണ്ടനിലോട്ട് വരുമെന്ന് പറഞ്ഞാൽ എബിനും ലണ്ടനിലോട്ടല്ലേ വരുന്നത്? എബിനും അങ്ങോട്ടല്ലേ വരാം. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ജോയിൻ ആയി. ഇപ്പോൾ ഇവിടുന്ന് 3 പേര് ഗ്രീൻ ലൈൻ പിടിച്ച് നേരെ ലണ്ടനിലോട്ട് പോവുക. ഓക്കെ, ഞങ്ങൾ പെട്ടെന്ന് ബസ്സിൽ കയറി. ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ ബസ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ആ ബസ്സിൽ തന്നെ ഗ്രീൻ ലൈനിൽ തന്നെ കയറി. അത് തന്നെ 20 പൗണ്ട് ഞങ്ങൾ കൊടുക്കേണ്ട വന്നത് ലണ്ടനിലോട്ട്. ഇച്ചിരി കത്തിയായി പോയി. ആപ്പ് വഴി ബുക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം 15 പൗണ്ടിന് കിട്ടും സ്റ്റുഡൻസിന്. ഇതിപ്പം ഇച്ചിരി കത്തിയായി പോയി, 20 പൗണ്ട് കൊടുക്കേണ്ടി വന്നു. ഇപ്പം നമ്മൾ എന്തായാലും പോട്ടെ, പൈസ തരും, പണം പോകും എന്നാണല്ലോ. ഇപ്പം നമ്മൾ നേരെ ഇനി ലണ്ടനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതാരെന്ന് എനിക്കറിയത്തില്ല ആരാ. അങ്ങനെ ഞങ്ങള് മാർബിൾ ആർക്കിൽ ഇറങ്ങി. ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ ലണ്ടനില്. നല്ല തിരക്കുണ്ട്, നല്ല കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഇനി ഈ ലൈറ്റൊക്കെ കണ്ടോ? ഇതൊക്കെ രാത്രി നമുക്ക് എത്തും കേട്ടോ. അങ്ങനെയാണല്ലോ, അതിനാണല്ലോ ലൈറ്റ് ഇട്ടേക്കുന്നത്. അപ്പൊ എങ്ങോട്ടാ പ്ലാൻ പറ? നമ്മള് നേരെ അവിടെ ബേസിൽ നിൽപ്പുണ്ട്. അപ്പൊ അവനെ ആരെയും മീറ്റ് ചെയ്യണം. ഇവിടെ തന്നെ തൊട്ടടുത്താണ്. അപ്പം ഇപ്പൊ വിന്റർ വണ്ടർലാൻഡ് ഇവിടെ തൊട്ടടുത്താണ്. എല്ലാ വർഷവും ഉണ്ട് കേട്ടോ. എല്ലാ വർഷം ക്രിസ്മസിനും അവര് എല്ലാ സിറ്റീസിലും മെയിനായിട്ടുണ്ട്. നോട്ടിംഗ്ഹാമിലോ നോട്ടിംഗ്ഹാംഷെയറിലോ അവിടെ ഒന്നുണ്ട്. അങ്ങനെ കുറെ സിറ്റീസിലൊക്കെ ഈ പരിപാടിയുണ്ട്, ഈ വലിയ റൈഡും കാര്യങ്ങളൊക്കെ. അപ്പം എനിക്ക് 2-3 റൈഡ് ലക്ഷ്യമുള്ളൂ. അതെന്തായാലും ഞാൻ അറ്റൻഡ് ചെയ്യും. ബാക്കി എന്താ നമുക്ക് വഴിയെ കാണാം. കയറുന്നതിന് എൻട്രി ഫീ ഇന്ന് പീക്ക് ടൈം ആയതുകൊണ്ട് 5 പൗണ്ട് കൊടുക്കണം. അല്ലാത്ത സമയത്ത് ഫ്രീ ആയിട്ട് കയറുന്ന സമയങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പീക്ക് ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പോകുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പോകാൻ കേട്ടോ. അപ്പം അങ്ങനെ കഴിച്ച് ഞങ്ങൾ ബേസിലൊക്കെ വന്നു. ഇനിയിപ്പോൾ നമ്മളുടെ എൻ്റെ കുറേ സൈക്കിൾ ഓട്ടക്കാർ വരുന്നത് കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ ഞാൻ ഇന്ന് ഭിത്തിയിൽ കയറുന്നതായിരിക്കും എന്ന് അറിയിച്ചുകൊണ്ട് സൈഡിലോട്ട് മാറിയിട്ട് ബേസിലൊക്കെ വന്നു. ഇനി നമുക്ക് എബിനാണ് വരാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരനോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കയറാം എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്തേക്ക് ടോജു പറഞ്ഞ് നമുക്ക് ബെക്കിംഗ്ഹാം പാലസ് ഉണ്ട് അവിടെ, അപ്പോൾ അത് കാണാൻ പോകാം എന്നൊക്കെ പറയുന്നു. എനിക്കറിയത്തില്ല, പ്ലാൻ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ നടക്കുന്നതെന്ന്. അപ്പോൾ വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ എൻ്റെ ഹൈഡൻ പാർക്കിൻ്റെ ഇവിടെ എത്തി, വിന്റർ വണ്ടർലാൻഡ് അവിടെ എത്തി. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയില്ല. ഈ 3 എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ഭയങ്കര മോശമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് എന്ന് പറഞ്ഞ സാധനം കിട്ടാനില്ല. ടിക്കറ്റ് എടുക്കുക എത്ര നേരം എടുത്ത് നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി. ഇത് തന്നെ ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി ഗൈസ്. ഉണ്ട് അവിടെ ക്യൂ ഉണ്ടോ ഗൈസ്? ഇത്രയും ക്യൂ ഉണ്ട്. ഈ ക്യൂ കണ്ടിട്ട് വേണം അകത്തോട്ട് കയറാൻ. നിങ്ങളൊരു 3 റൈഡാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒരു 39.60 പൗണ്ട് ആയിട്ടുണ്ട് റൈഡെല്ലാം. അവിടെ എൻട്രി ഫീ ഇല്ല. കാരണം 25 പൗണ്ടിന് മേളിലെ റൈഡ് എടുത്തു കഴിഞ്ഞാൽ എൻട്രി ഫീ ഇല്ല. ബുക്കിംഗ് ചാർജ് വരുന്നത് 3.5 എല്ലാം കൂടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്യൂ നിൽക്കാൻ പോവാണ്, അകത്ത് കയറാൻ പോവാണ്. കുലുക്കുന്നോ?
അങ്ങനെ ഗൈസ് ഞങ്ങള് ഇതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്. കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം നല്ല ഒച്ചയും ബഹളവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ഏകദേശം സമയം അതിക്രമിച്ചു 3 മണിയായി. സോ ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെയാണ്. രസമുണ്ട് കേട്ടോ ഇതൊക്കെ പറഞ്ഞാലും. നല്ല കുറെ ആൾക്കാരൊക്കെ ഉണ്ട്, ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഗൈസ് അത് ഞങ്ങളുടെ ഒരു റൈഡാണ്, ഞാൻ ബുക്ക് ചെയ്ത റൈഡാണ്. അതൊന്ന് കയറണം. പിന്നെ എൻ്റെ ഈ കാണുന്ന സാധനം ഇത് ഞാൻ ബുക്ക് ചെയ്ത റൈഡാണ്. അപ്പൊ ഇതിലേക്ക് കയറണമെന്നാണ്. ഇതല്ലേ ഇത് കണ്ടേ, ഇതിന്റെ പേരെന്തോ എയർപോർട്ട് അല്ല, ഇത് അപ്പൊ അതിലും കയറണം. അയ്യോ നല്ല തണുപ്പുണ്ട്, ഇതിന്റെ നല്ല തണുപ്പാണ്. ഇത് വിന്റർ കഴിഞ്ഞില്ല കുറെ നേരം. എന്ത് തോന്നുന്നു ഇത് കണ്ടിട്ട്? എന്ത് തോന്നുന്നു ആക്ച്വലി ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? അതിൽ കയറണം. ഇത് കയറണം. നല്ല റൈഡ് കേട്ടോ. ഒന്ന് കേൾക്കാൻ പറ്റുന്ന അറിയത്തില്ല, പക്ഷെ എന്നാലും ഞങ്ങളിപ്പം ജയിന്റ് വീല് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നൈസായിരിക്കും എന്ന് തോന്നുന്നു. ഒരു ക്യാബിനറ്റിൽ 4 പേര് വെച്ചിട്ട് ഞാൻ ജയിന്റ് വീല് കയറുന്നത്. ക്യൂ നിൽക്കുക, നല്ല ക്യൂ ഉണ്ട്. മലതുകാരെ വെച്ചാണ് കയറിയത്. ഇവിടെ ആകാശത്ത് സ്റ്റക്കായി പോയി ഗൈസ്. ആൾക്കാരെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ മുകളിലെത്തില്ലോ, ഇനിയും മുകളിലോട്ട് പോകും. എന്തിനാ ആർത്തി പിടിക്കുന്നത്? അങ്ങനെ ഗൈസ് ഞങ്ങൾ എയറിലായിട്ടുണ്ട്. ഹായ് ഹായ് കൊള്ളാം. ആട്ടരുതേ അയ്യോ. ഞങ്ങള് ആടിക്കൊണ്ടിരിക്കുകയാണ്. താഴെ ചെല്ലുമ്പോ മറ്റന്മാര് നോക്കിയിരിക്കും. ഞങ്ങളെല്ലാം ത്രില്ലിലാണ് ഗൈസ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവർക്കൊക്കെ പേടിയാണ് ഗൈസ്. ഞങ്ങളീ മുകളിലുള്ള സ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ ആടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെയാ. ഒരുമാതിരി ആട്ടം. ഇത് ഞാൻ ആട്ടുന്നല്ല കേട്ടോ. അല്ലല്ലോ, അല്ല, നീ അവിടെ ഇരിക്കണം. നല്ല രസമുണ്ട്. ഞങ്ങൾ ഏറ്റവും ടോപ്പ്. ഇപ്പൊ ആട്ടം കുറച്ച് നീ ചെറുക്കൻ ഇരിക്കണം, ഇവൻ ഇരിക്കോളാം. കുറച്ച് ഫണ്ണൊക്കെ വേണം ജീവിതത്തിൽ. ഇത് ഞാൻ ആട്ടുന്നല്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ എല്ലാരും കയറിട്ടോ. ഇപ്പൊ നിക്കാണ്ട് പോവല്ലേ. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഗ്രീസില്ല അതിന്റെ. ഇപ്പം ഞങ്ങൾക്ക് നല്ല സമാധാനമായിട്ടുള്ള ഒരു റൈഡാണ് ഇത്. കുറച്ച് കഴിഞ്ഞിട്ട് ഇതിനേക്കാളും ഭീകരമായ സംഭവം നടക്കുന്നതാണ് തോന്നുന്നത്. ഇത് കൊള്ളാൻ പറ്റും. അങ്ങനെ ഈ റൈഡ് ഇവിടെ കഴിയുകയാണ്, അവസാനിക്കുകയാണ്. ഓരോരുത്തരായിട്ട് ഓരോ റൗണ്ട് വഴി ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഗൈസ്? കുഴപ്പമുണ്ടായിരുന്നില്ല. അതെ. അപ്പൊ നമ്മൾ ഇനി വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് അടുത്തായി അങ്ങനെ ജയന്തി വില കണ്ട് ആർമാദിച്ച് ഇറങ്ങി. താഴെ തന്നെ ഫോട്ടോ സെക്ഷൻ ഉണ്ട്. അതായത് ഈ ഇവിടുന്ന് കയറുമ്പോൾ തന്നെ ഒരു ഫോട്ടോ എടുപ്പിക്കും. അത് അവിടെ ജസ്റ്റ് ഗ്രീൻ സ്ക്രീൻ ആയിരുന്നു. അപ്പൊ അത് വെച്ച് മാറ്റിയിട്ട് 3-4 ഫോട്ടോസ് കാണിക്കും. അപ്പൊ ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് 30 കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ അടുത്ത റൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ റോളർ കോസ്റ്ററൊക്കെ കയറാൻ പോകുന്നതെന്ന് തോന്നുന്നു അടുത്തത്. അപ്പം അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ ഗൈസ് ഞങ്ങൾക്ക് എബിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിനി അടുത്ത റൈഡ് തന്നെ പോവാണ്. പൗലൂസിനെ ഇടയ്ക്ക് കാണാൻ പോയി.
പുള്ളിക്കാരൻ എങ്ങോട്ടോ മാഞ്ഞു പോയി, എനിക്ക് അറിയത്തില്ല. ഞങ്ങളൊരു 1.5 മണിക്കൂറായിട്ട് പുള്ളിക്കാരൻ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും ഇനി അടുത്ത റൈഡിലോട്ട് എന്താ ഗൈസ്, ഞങ്ങളങ്ങനെ ഇതിൽ കയറി. ഇനി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്ന അറിയത്തില്ല. ഞങ്ങൾ ചാവാൻ പോവാണ് ഗൈസ്. ഓക്കെ. അയ്യോ ഗൈസ്, ഇത് നല്ല റൈഡാണ്, എല്ലാരും കയറണം. കരയല്ലേ ഇപ്പൊ, കരയല്ലേ ഇറങ്ങിയിട്ട് കരയല്ലേ ഇപ്പൊ, കരയല്ലേ. എബിനെ കയറ്റമുണ്ട്, നമ്മൾ ആരും കരയാൻ പാടില്ല. കുഴപ്പമൊന്നും വെച്ചാൽ ചിരിച്ചു നിൽക്കണം നമ്മൾ. വണ്ടർഫുൾ വണ്ടർഫുൾ എന്ന് വെച്ചാൽ വണ്ടർഫുൾ. അയ്യോ, ഒരു കുത്തനെ ഇറക്കം ഉണ്ടാകുമ്പോ കണ്ണും കാണാൻ വയ്യ, കാണാത്തൊരവസ്ഥ. ഒന്നുകൂടി കയറിയ വർത്താണ് ഇതിന്റെ വറുത്തെടുക്കാം. ഇനി ഒന്നുകൂടി കയറി കഴിഞ്ഞാൽ കൊള്ളാം കഴിച്ചു. കയറണം. എബിനിപ്പം വരും, അവന്റെ ഇതുകൊണ്ട് കാണും. എബിനാണോ ഇങ്ങനെ പറഞ്ഞാൽ പൊളി കയറിക്കോ. പക്ഷെ സംഭവിച്ചല്ലോ, അങ്ങനെ പോയിട്ട് പെട്ടെന്ന് കയറുന്നത്, അതാണ് സീൻ. ബാക്കി വിഷയമല്ല, ഇതൊന്നും പ്രശ്നമില്ല. ആദ്യം എത്താൻ സീനാണ്. കൊള്ളാം, അടിപൊളി. അങ്ങനെ എല്ലാവരുടെ കിളി വഹിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും പണ്ണാണ് കഴിച്ചത്. അയ്യോ, സൂപ്പറായിട്ടോ ഇത് സംഭവം ഉണ്ടല്ലോ. ഇത് കുറച്ച് വെച്ചത് നല്ല കാര്യമാണ്. സത്യം. അയ്യോ, അടിപൊളി ഗൈസ്. ഞങ്ങൾ അടുത്ത കയറാൻ പോകുന്ന എയർപോർട്ടിലാണ്. അത് എനിക്ക് തോന്നുന്നു എടുത്തിട്ട് അടിക്കുവാണ് ഗൈസ്. അത് ആൾക്കാരെയൊക്കെ ചത്തുപോയി ഗൈസ്, ചത്തുപോകും. ദൈവമേ, എന്നാലും കുറച്ച് അഡ്വഞ്ചർ കൂടിപ്പോയോ ചെറിയ ഡൗട്ടുണ്ട്. എന്നാലും അതിലെ എല്ലാം അങ്ങ് തീരട്ടെ. അയ്യോ, എൻ്റെ അമ്മേ, ഇങ്ങനെയൊക്കെ ഉണ്ട് അടിക്കുന്നത് ഗൈസ്. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കയറും വീഡിയോ എടുക്കാം. എൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്ന കേസ് നടക്കത്തേ ഇല്ല. അങ്ങോട്ടേക്ക് കയറാം. ഗൈസ്, ഇത് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. പറയൂ. മെയിനായിട്ട് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നവരുണ്ടെങ്കിൽ പോരുത് കേട്ടോ. ഇത് വലിയ വിഷയമായി ഇത് സാധനം. ഇത് അവിടെ പോയിട്ട് ഇങ്ങനെ ഇറക്കി എനിക്ക് ശ്വാസം കിട്ടിയില്ല. അയ്യോ, വിഷയമായിരുന്നു. അയ്യോ, അടിപൊളി. അതെല്ലാം കയറണം കേട്ടോ. സൂപ്പറാട്ടോ കയറണം. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഫോണൊന്നല്ല അവിടെ അല്ല, ബാഗൊക്കെ ഊരിക്കെടുക്കേണ്ട വന്നു. അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ റോഡിലൊന്നും ഈ റൈഡിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അതിനുള്ള ശേഷി ഇല്ല. അത് ഒരിക്കലും വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ ഇതൊക്കെ എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. മെയിനായിട്ട് എന്തായാലും വെപ്രാൾ എന്തായാലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഇതൊന്നും കയറാൻ പാടില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ആൾക്കാരൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി അതിനെ പേടിച്ചു പോയി. അതുകൊണ്ട് നമ്മൾ 3 പേര് മാത്രമേ ധൈര്യം കാണിച്ചോളൂ, കയറാൻ പറ്റി. അതുകൊണ്ട് കൊള്ളാം. അങ്ങനെ ഇത് ഞങ്ങളുടെ ലാസ്റ്റത്തെ റൈഡാണ്. ഇതോടെ കഴിഞ്ഞ് ഞങ്ങളുടെ റൈഡെല്ലാം ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്ത റൈഡെല്ലാം കഴിയും. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കാണണം. ഇല്ലെങ്കിൽ ഇവിടുന്ന് വീട്ടിൽ ലണ്ടൻ അവിടെ വന്ന് കറങ്ങിയിട്ട് വീട്ടിലോട്ട് പോകാൻ വിചാരിക്കുന്നു. പക്ഷെ നീ പറയാനുള്ളത് ആ സാധനം ഭയങ്കര പ്രശ്നമാണ്. ആരും കയറണം എന്നാണ് ഞാൻ പറയുന്നത്. നെഞ്ച് ഭയങ്കരമായിട്ട് കാളിപ്പോയി കഴിയും. അപ്പൊ ഇനി ഇതല്ലേ ഊഞ്ഞാലേട്ടോ. ഇത് ഊഞ്ഞാൽ ഇങ്ങനെ കറങ്ങി ഇത് അടിച്ചു വരുന്നു, വിഷയമില്ല. മറ്റേതാണ് വിഷയം. അങ്ങനെ ഞങ്ങൾ നമ്പർ 4 നമ്പറിൽ കയറാൻ പോവാണ്. ഞങ്ങളൊന്ന് ആടിയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ പിന്നെയും ഏറെ കയറാൻ പോവാണ് ഗൈസ്. എങ്ങനെയായിരിക്കും അറിയത്തില്ല, അടിപൊളിയായിരിക്കും. ഇത് കൊള്ളാൻ കഴിച്ചു. ഇത് വലിയ കുഴപ്പമില്ല. ആ ഒരു ഇതിന്റെ ഒരു ഇത്ര എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചാൽ കുഴപ്പമില്ല. കൊള്ളാം, അടിപൊളി. അങ്ങനെ ഇത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്.
ബേസിൽ പക്ഷെ ആ ഒരു നോട്ടിലോട്ട് എത്തിയില്ല. അപ്പോഴത്തേക്ക് അത് പക്ഷെ അവർ ഫോൺ പോകും. വിഷയം കൊള്ളാം. ഇന്നത്തെ എല്ലാ റൈഡും കഴിഞ്ഞു കഴിഞ്ഞു. എല്ലാം വേർത്തിട്ടായിരുന്നു. പൈസ കൊടുത്തെല്ലാം മുതലായിട്ടുണ്ട്. ഞങ്ങളിനി നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം എവിടെയും കയറി നിൽക്കണം. നമ്മുടെ പൗലോസാനും ഏബിനൊക്കെ എവിടെ നിൽക്കുകയാണ്. അവർക്ക് പേടിയാണ്ട് വരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേടിയൊന്നും ആയിരിക്കും കേട്ടോ, എനിക്കറിയില്ല. ഞങ്ങളിനി അങ്ങോട്ടേക്ക് പോവാം. തടല് കയറി നിൽക്കണം, അല്ലെങ്കിൽ നനഞ്ഞ് കുളിക്കും. സോ അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ കാണാതെ പോയവരെല്ലാവരും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുക. ഇവിടെ ലണ്ടൻ പോയിട്ട് എന്തോ മറ്റേ കെട്ടിടത്തിന് മേളിൽ കയറണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. അതിൽ ഇവിടുന്ന് ഇറങ്ങാൻ പോവുക. അപ്പോൾ ടാറ്റ വിന്റർ വണ്ടർലാൻഡ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്നവരെല്ലാവരും ഇങ്ങോട്ട് പോര്, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യും. അടിപൊളിയായിരിക്കും. ഹാർട്ട് അറ്റാക്ക് ഉള്ളവർ, ഹാർട്ട് അറ്റാക്ക് നെഞ്ചിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ റൈഡ് കയറരുത്. അപ്പം ഇവിടുന്ന് ഇറങ്ങാൻ പോവാ. ഓക്കെ. അങ്ങനെ ഗായ്സ്, ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വേണ്ട ഞങ്ങൾ നേരെ മാഗ്ഡിയിലോട്ട് പോകാൻ വേണ്ടി ഇരിക്കുക. വല്ലതും കഴിക്കണം, നല്ല വിശപ്പുണ്ട്. രസമായിരുന്നു. പക്ഷേ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. എല്ലാവരും തളർന്നു, ഞാൻ നടന്നു. അവിടെ ലൈറ്റും ക്രിസ്മസിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷം കണ്ട പോലെ സെയിം ലൈറ്റ്, ഒരു വ്യത്യാസമില്ല, ഒരു മാറ്റമില്ല. അതേപോലെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നേരെ മാഗ്ഡിയിലോട്ട്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ മാഗ്ഡി കയറി നന്നായിട്ട് ഫുഡ് കഴിച്ചു. ഇത് നേരെ എല്ലാവർക്കും ഇനി വീട്ടിൽ പോകാം എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ ഗ്രീൻ ലൈൻ കിട്ടുന്ന സ്റ്റേഷൻ നേരെ, അപ്പോൾ നേരെ നടന്നതിന് ഗ്രീൻ ലൈൻ കിട്ടുന്ന സ്റ്റേഷൻ കിട്ടും. അങ്ങനെ ആ വണ്ടി കയറി വീട്ടിലേക്ക് ഞങ്ങൾ യാത്രയാകാം. അങ്ങനെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ മഴയായതുകൊണ്ട് ഇനി നടന്നു കൊണ്ടെന്ന് വെച്ച് ഊബർ ബുക്ക് ചെയ്യാം. ഊബറിന്ന് ഇൻ്റർചേഞ്ച് എത്തി. ഇനി ഊബർ വിളിച്ച് നേരെ വീട്ടിൽ പോകാമെന്ന് വെച്ചിട്ട് ഇരിക്കുക. ഇന്നത്തെ ട്രിപ്പ് വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. നമ്മൾ വളരെ എൻജോയ് ചെയ്തു. എല്ലാവരും ക്ഷീണിച്ചിരിക്കുക. എന്താ പറയുക, ആരെങ്കിലും ഫ്രീ ആയിട്ട് വീട്ടിലേക്ക് ഇരിക്കുകയാണെങ്കിൽ, ഷോപ്പ് അടിച്ചിരിക്കുകയാണെങ്കിൽ ഇറങ്ങിക്കോ, ലണ്ടനിലോട്ട് ഇറങ്ങുക. വിന്റർ വണ്ടർലാൻഡ് കാണല്ലേ, നല്ല രസമാണ്. റൈഡൊക്കെ അടിപൊളിയായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ചിലതൊക്കെ നെഞ്ചൊക്കെ ഇടിച്ച്, ചിലത് എനിക്ക് ബസ് വരുമ്പോൾ കണ്ണടയ്ക്കുമ്പോൾ എനിക്ക് ആ ഒരു അയ്യോ ഉറങ്ങാൻ പറ്റിയില്ല. താഴോട്ട് പോകുന്ന ഒരു കാര്യങ്ങളും രസമായിരുന്നു. അങ്ങനെ എന്താ പറയുക. അപ്പോൾ അതുമാത്രമല്ല, എല്ലാവർക്കും നമ്മുടെ ക്രിസ്മസ് വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ലൈറ്റൊക്കെ ആയിരുന്നു ലണ്ടനിൽ കിടന്ന്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും മെരി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് ഉയർന്നായിരുന്നു. അന്ന് വീഡിയോ എടുക്കാൻ പറ്റും നടന്നില്ല, എന്നാലും വിശ്വാസത്തിലൂടെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ചോ. അപ്പോൾ ബൈ ബൈ ഗായ്സ്. നല്ല മുഖത്ത് നല്ല ക്ഷീണം കാണും. അപ്പം കൂടുതലൊന്നും പറയില്ല. ഞങ്ങൾ ഊബറിന് പോയിട്ട് ഞങ്ങൾ വീട്ടിൽ പോകുന്നു. ഓക്കെ, ബൈ ബൈ ഗൈസ്, ടാറ്റാ.